ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ്ന ജോസ്. സംസ്ഥാന മന്ത്രിസഭയിലെ പുതിയ മന്ത്രിമാരായി കെ.ബി. ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാജ്ഭവനിൽ വൈകുന്നേരം നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സഗൌരവ പ്രതിജ്ഞയെടുത്ത് രാമചന്ദ്രൻ കടന്നപ്പള്ളി ചുമതലയേറ്റപ്പോൾ ദൈവനാമത്തിലാണ് കെ.ബി. ഗണേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രി, മന്ത്രിമാർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. എന്നാൽ പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിച്ചു. പുതിയ മന്ത്രിമാർ പങ്കെടുക്കുന്ന ആദ്യ മന്ത്രിസഭാ യോഗം ജനുവരി 3 ചേരും. ഗണേഷ് കുമാറിന് ഗതാഗതവും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ, പുരാവസ്തു, മ്യൂസിയം വകുപ്പുകളുമാണ് നൽകിയിരിക്കുന്നത്. മന്ത്രി വി എൻ വാസവന് തുറമുഖ വകുപ്പിന്റെ ചുമതല കൂടി നൽകി. കേന്ദ്ര പദ്ധതികളുടെ പ്രയോജനം എല്ലാവരിലും എത്തിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര സഹമന്ത്രി ഭഗവന്ത് ഖൂബ. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാൻ ഉദ്ദേശിച്ച് നടപ്പിലാക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ആപ്തവാക്യമെന്ന് പറഞ്ഞ ശ്രീ ഖൂബ, ജാതി, മത, വർഗ, വർണ്ണ ഭേദമന്യേ എല്ലാവർക്കും വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പറഞ്ഞു. അസമിൽ ഇനി സമാധാനത്തിന്റെ കാലമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസമിലെ ഉൾഫ നേതാക്കളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഭാഗമാകുന്ന ത്രികക്ഷി സമാധാന ഉടമ്പടി ന്യൂഡൽഹിയിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് ഉടമ്പടി ഒപ്പുവച്ചത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശാശ്വത സമാധാനം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. അസമിലെ തദ്ദേശവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകളും സമാധാന ഉടമ്പടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുകന്യ സമൃദ്ധി ഉൾപ്പെടെ 2 ചെറുകിട സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. സുകന്യ സമൃദ്ധിയുടെ പലിശ നിരക്ക് 8% നിന്ന് 8.2%, 3 വർഷ നിക്ഷേപ പദ്ധതിയുടെ പലിശ 7% നിന്ന് 7.1%, വർദ്ധിപ്പിച്ചത്. 2024 ജനുവരി മാർച്ച് പാദത്തിലേക്കാണ് വർധന. മറ്റെല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളുടെയും പലിശ നിരക്കിൽ മാറ്റമില്ല. 91ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് നാളെ തുടക്കമാകും. വർക്കല ശിവഗിരിയിൽ നാളെ നടക്കുന്ന ആദ്യ തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ നടക്കുന്ന തീർത്ഥാടന സമ്മേളനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും. 3 ദിവസങ്ങളിലായി 9 സമ്മേളനങ്ങളാണ് നടക്കുക. തീർത്ഥാടകരെ വരവേൽക്കാൻ ശിവഗിരിയിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. തീർത്ഥാടനത്തോടനുബന്ധിച്ച് നാളെ മുതൽ ജനുവരി 1 വരെ പ്രദേശത്തെ 5 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. തൃശൂർ പൂരം നടത്തിപ്പിലെ പ്രദർശന വാടക നിശ്ചയിക്കൽ വിഷയത്തിൽ നിലവിലുള്ള ധാരണ പ്രകാരം ഇത്തവണത്തെ പൂരം നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. മറ്റു കാര്യങ്ങൾ പൂരത്തിന് ശേഷം ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ സ്വാഗതം ചെയ്തു. ഇക്കാര്യം ആലോചിക്കാൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കൊച്ചിൻ ദേവസ്വം ബോർഡും പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളും തമ്മിൽ നിലവിലുള്ള ധാരണ പ്രകാരം ഇത്തവണ പൂരം ഭംഗിയായി നടത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ വൈകുന്നേരം 5 തുറക്കും. ജനുവരി 15 മകരവിളക്ക്. മണ്ഡലകാലത്ത് ഇക്കുറി വലിയ തിരക്ക് അനുഭവപ്പെട്ട സാഹചര്യത്തിൽ മകരവിളക്ക് മഹോത്സവത്തിന് തിരക്കൊഴിവാക്കാൻ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. ജനുവരി 21 നട അടയ്ക്കുന്നത്. വാതരോഗങ്ങൾക്ക് സമഗ്ര ചികിത്സ നൽകുന്നതിനായി സർക്കാർ മേഖലയിൽ ആദ്യമായി തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ റുമാറ്റോളജി വിഭാഗം ആരംഭിക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. വാതരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും ശരീരത്തിന്റെ പ്രതിരോധശേഷിയെ ബാധിക്കുന്നതുമായ അസുഖങ്ങൾക്കും അത്യാധുനിക ശാസ്ത്രീയ ചികിത്സ ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇരിങ്ങാലക്കുടയുടെ സമഗ്ര കാർഷിക വികസന പദ്ധതിയായ പച്ചക്കുടയുടെ ആഭിമുഖ്യത്തിൽ നെൽകൃഷിയിൽ ഡ്രോൺ പരിശീലനമൊരുക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. നാളെ പൊറത്തിശ്ശേരി ചിത്രവള്ളി പാടശേഖരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മാതൃകാ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കും. രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ നേരിയ വർധന. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 797 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. കേരളത്തിൽ 379 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അന്തരിച്ച DMDK നേതാവും ചലച്ചിത്ര നടനുമായ വിജയകാന്തിന്റെ ഭൌതികദേഹം ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ സംസ്കരിച്ചു. ന്യൂമോണിയ മൂലം സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഒഡീഷ ജംഷഡ്പൂർ FCയെ 3 ഗോളിന് പരാജയപ്പെടുത്തി. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഗോവ മത്സരം പുരോഗമിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 6:45.